അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികൾക്കായി പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശികളെ നിരീക്ഷിക്കുന്നതും പരിശോധനയും കർശനമാക്കിയതോടെയാണ് തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. H-1B വിസയിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും ഗ്രീൻ കാർഡ് ഉടമകളുമെല്ലാം തന്നെ എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് നടപ്പാക്കുന്ന കുടിയേറ്റ വിസ നിയമ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശം. അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗം ഇത് സംബന്ധിച്ച അറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇനി മുതൽ നിയമാനുസൃതം അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതോടെ എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാർ സർക്കാർ വകുപ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമാനുസൃതമായി രാജ്യത്ത് കഴിയുന്ന വിദേശികളും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുള്ളത്. അമേരിക്കൻ പൗരന്മാരല്ലാതെ രാജ്യത്ത് കഴിയുന്ന 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും തന്നെ എപ്പോഴും രേഖകൾ കയ്യിൽ കരുതണമെന്നും ഇക്കാര്യം കർശനമായി തന്നെ നടപ്പാക്കാനുള്ള നിർദ്ദേശമുണ്ടെന്നും അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പകരച്ചുങ്കത്തിൽ ഇളവ് പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ അടക്കമുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ 10% തീരുവയാണ് ഇപ്പോൾ ഒഴിവാക്കിയത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ഇളവ് ബാധകമാണ്. ടെക് കമ്പനികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ബോർഡ് പ്രഖ്യാപിച്ച ഈ നീക്കം ആപ്പിൾ, സാംസങ് തുടങ്ങിയ ടെക് ഭീമന്മാർക്ക് ഗുണം ചെയ്യുമെന്നത് ഉറപ്പാണ്. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തോടെ വൻ നഷ്ടമാണ് ഓഹരി വിപണിയിൽ ഈ കമ്പനികൾ നേരിട്ടത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ സെമി കണ്ടക്ടറുകൾ, സോളാർ സെല്ലുകൾ, മെമ്മറി കാർഡുകൾ എന്നിവയും ഉൾപ്പെടും. ഗാഡ്ജറ്റുകളിൽ ഭൂരിഭാഗവും ചൈനയിൽ നിർമ്മിക്കുന്നതിനാൽ വില കുതിച്ചുയരുമെന്ന ആശങ്കയ്ക്കിടെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കം. അതേസമയം എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ തീരുവ ഒഴിവാക്കുന്നത് എന്ന് ട്രംപ് ഭരണകൂടം ഇതുവരെയും വ്യക്തമാക്കുന്നില്ലെങ്കിലും ടെക് കമ്പനികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് നീക്കമെന്നതും ഒരു സംസാരമാണ്. US ചൈന വ്യാപാര സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇളവിനുള്ള തീരുമാനമെന്നതും ശ്രദ്ധേയം തന്നെ. അമേരിക്കൻ ഇറക്കുമതിക്ക് 125% പ്രതികാര തീരുവയാണ് ചൈന ഏർപ്പെടുത്തിയത്. എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ 145% തീരുവയാണ്. അതേസമയം ട്രംപിന്റെ താരിഫ് ഭീഷണികളെ വെറും തമാശയെന്ന് വിശേഷിപ്പിച്ച ചൈന ലോക വ്യാപാര സംഘടനയിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. US തീരുവകളോട് ഇനി കൂടുതൽ പ്രതികരിക്കില്ലെന്നും ചൈന വ്യക്തമാക്കുന്നുണ്ട്. ചുങ്കപ്പോരിൽ അപ്രതീക്ഷിത നടപടിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം ട്രംപ് മരവിപ്പിച്ചിരുന്നു. 90 ദിവസത്തേക്കാണ് അധിക തീരുവ ചുമത്തിയത് മരവിപ്പിച്ചത്. ഈ 90 ദിവസം പകരച്ചുങ്കം 10% മാത്രമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 125%മായും ഉയർത്തിയിരുന്നു. അതാണ് പിന്നീട് 145 ആക്കിയത്. ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ചൈന ഒഴികെയുള്ള 75ഓളം രാജ്യങ്ങൾക്ക് അടിസ്ഥാന തീരുവ 10% ആയിരിക്കുമെന്ന് US പ്രസിഡന്റ് വ്യക്തമാക്കി. വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ ചൈനയ്ക്ക് ട്രംപ് ബുധനാഴ്ച 104% തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് US ഉൽപ്പന്നങ്ങൾക്ക് ചൈനയും തീരുവ വർദ്ധിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.